ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുവാനായി നമ്മൾ 4 മുട്ട പുഴുങ്ങി തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ തോല് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. 4 സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായിരിക്കുന്ന ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നാടൻ റെസിപ്പികൾ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. സവാള ചെറുതായിട്ട് നിറം മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് അടി കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. സവാള വഴണ്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ സവാള എത്രത്തോളം വഴറ്റുന്നുവോ അത്രത്തോളം നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. സവാള ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെരിഞ്ജീരകം ചതച്ചത് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറി വരണം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ മസാലപ്പൊടികൾ വളരെ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കുത്ത് മുന്നിട്ട് നിൽക്കും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പായി മുട്ടയുടെ സൈഡിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാനാണ്. എല്ലാ മുട്ടയും വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മുട്ടയുടെ മുകളിലായിട്ട് മസാല വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം തീയിലിട്ട് ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഗ്രേവി ഇല്ലാത്തതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ട റോസ്റ്റ് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനായ അപ്പോൾ നമ്മളുടെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം, ചപ്പാത്തി, പൂരി എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബായ്.